ദിലീപിനെതിരായിട്ട് രണ്ടാമത്തെ കേസാണ് കുറ്റച്ചാർജ് കൊടുക്കാൻ പോകുന്നത്. ആദ്യത്തെ കേസിന്റെ കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം. രണ്ടാമത്തെ കേസിനകത്ത് അന്ന് ആ കേസിന്റെ സൂപ്പർവൈസറി ഓഫീസറായിരുന്ന കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആയ കെ സുദർശൻ എന്ന തിരുവനന്തപുരം റൂറൽ SP, അദ്ദേഹത്തിന് ഇപ്പൊ IPS ഒക്കെ ലഭിച്ച അദ്ദേഹം തിരുവനന്തപുരം റൂറൽ SP ആണ്. അദ്ദേഹത്തിന്റെ ഇടത് കൈവെട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൈവെട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായി. അതിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആ കേസിനോട് അനുബന്ധിച്ച് പോലീസ് ഒരു കുറ്റച്ചാർജ് ഇപ്പം കൊടുക്കുകയാണ്. ആ കേസിനകത്ത് ഒന്നാം പ്രതി ദിലീപ് തന്നെയാണ്. രണ്ടാം പ്രതി ദിലീപിന്റെ സഹോദരൻ അനൂപാണ്. ദിലീപിന്റെ സഹോദരിയുടെ ഭർത്താവ് സൂരജ് മൂന്നാം പ്രതിയാണ്. ദിലീപിന്റെ മാനേജർ കൃഷ്ണപ്രസാദ്, സുഹൃത്ത് ബൈജു ചെങ്ങമ്മനാട് എന്നയാള്, ശരത് ജി നായരും IT വിദഗ്ധൻ സായി ശങ്കർ, അങ്ങനെ 7 പേർക്കെതിരായിട്ടാണ് കുറ്റപത്രം വരുന്നത്. 7ാം പ്രതി IT വിദഗ്ധൻ സായി ശങ്കർ മാപ്പുസാക്ഷിയാണ് ഇതിനകത്ത്. തിരുവനന്തപുരം റൂറൽ SP സുദർശനായിരുന്നു ഈ കേസിന്റെ തുടക്കത്തിലെ ആ കേസിന്റെ സൂപ്പർവൈസറി ഓഫീസർ. ബാലേന്ദ്രകുമാറിനെ എൻ്റെ മൊഴി അതിനകത്തുണ്ട്. അദ്ദേഹം 2024 മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മൊഴി തീർച്ചയായിട്ടും അതേപടി കോടതി സ്വീകരിക്കും. ഈ കൊല്ലാൻ ശ്രമിച്ചതിനുള്ള ഗൂഢാലോചനയ്ക്കുള്ള ശബ്ദരേഖയും അതുമായിട്ട് ബന്ധപ്പെട്ട ഫോൺ റെക്കോർഡ്സുകളെല്ലാം പോലീസ് ഇപ്പം കണ്ടെടുത്തിട്ടുണ്ട്.